ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നിതാന്തമാം തെളിമാനം പൂത്ത നിശീധിനിയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല. നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല. മഴവില്ലിൻ അഴകായി ഒരു നാളിൽ വരവായി. ഏഴഴകുള്ളൊരു തേരിൽ എൻ്റെ ഗായകൻ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. വിരിയും പൂങ്കിനാവുമായി ചാരേ വന്നു തപസ്വിനി. വിരിയും പൂങ്കിനാവുമായി ചാരേ വന്നു തപസ്വിനി. പുളകത്തിൽ സഖിയായി വിരിമാറിൽ കുളിരായി. ഏഴു സ്വരങ്ങളും പാടാൻ വന്നു ഗായകൻ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നിതാന്തമാം തെളിമാനം പൂത്ത നിശീധിനിയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. എൻ മനസ്സിൻ താഴ്വരയിൽ. എൻ മനസ്സിൻ താഴ്വരയിൽ. അജയ്, എനിക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അജയുടെ പാട്ട് സെലക്ഷൻ വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. അജയുടെ ഈ ഒരു ജനറേഷനിലുള്ള ഒരാളുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നൊരു പാട്ടല്ല ഇത്. കുറച്ച് നാൾ മുമ്പേ വേറൊരു കണ്ടസ്റ്റൻ്റ് ഇതുമാതിരി പഴയ പാട്ട് പാടിയപ്പോൾ നമ്മൾ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്തിരുന്നു. അതേമാതിരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അജയുടെ പാട്ട് സെലക്ഷൻ. താങ്ക് യു സർ. പിന്നെ നമുക്ക് ഈ പ്രാവശ്യം അജയ് പാടിയപ്പം ഗുസ്തി പിടിക്കൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഗുസ്തി പിടി മാറിയിട്ടില്ല. മറ്റേതുമാതിരി ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി, പക്ഷേ സക്സീഡ് ചെയ്തിട്ടില്ല. പക്ഷേ കുറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു തീർക്കരുത്, ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറണം. അല്ല സോറി, മാറ്റാം സാർ. പക്ഷേ ഈ പാട്ടിൽ കുറേ ഫൈൻ ട്യൂണിങ്ങിൻ്റെ ആവശ്യമുണ്ട്. പാടിയപ്പം പിച്ചിങ്, പിന്നെ തൊണ്ട കുറച്ച് അതെ വേറെ തൊണ്ട സൗണ്ടിങ്ങിന് മനസ്സിലായി. നോ പ്രോബ്ലം. അതായത് സ്റ്റീഫൻ ഉദ്ദേശിച്ചത് കാര്യമായിട്ടാണോ അല്ല വെറുതെ? സത്യമായിട്ടാ സ്റ്റീഫേട്ടാ. എനിക്ക് അജയൻ്റെ വലത്തെ കൈ ഒന്ന് കാണണം. വലത്തെ കൈ കൊണ്ടോ? വലത്തെ കൈ ഒന്ന് കാണണം എനിക്ക്. അതെ, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം. എല്ലാവർക്കും എഴുതി വെച്ചിട്ടുണ്ടോ അടുത്ത്? കയ്യിൽ വരികൾ എഴുതി വെച്ചിട്ടുണ്ടോ? കയ്യിൽ ഉണ്ടല്ലേ? കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം. അതിനകത്ത് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? ഒരാഴ്ചയായിട്ട് വയ്യായിരുന്നു. അല്ല ശരിക്കും അതിനകത്ത് വല്ലതും എഴുതിയിട്ടുണ്ട് സർ. ആഹാ, ഓക്കെ, അത് ശരി. സോ ഇറ്റ്സ് ടു ബാഡ്, നോട്ട് ഫെയർ. അതെങ്ങനെ കണ്ടുപിടിച്ചു? നമ്മൾ ഇത് പണ്ട് കുറെ എഴുതിയ ടീമാണേ. ഞങ്ങൾ പണ്ടെന്നറിയാം, ഞങ്ങൾ ചെറിയ പോസ്റ്റ് കാർഡിൽ ഇങ്ങനെ എഴുതി വയ്ക്കാറ്. പോസ്റ്റ് കാർഡ് കീറിയിട്ട് കൈ പാടുമായിരുന്നു. പക്ഷെ എന്താ അറിയോ, അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്.
അല്ല സാർ എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ട്. പക്ഷെ നമ്മൾ കാണിക്കുന്നത് ശരിയല്ല. കാരണം ബാക്കി എല്ലാവരും ലിറിക്ക് കാണാതെ പാടുകയല്ലേ. അപ്പോൾ ഒരാൾ മാത്രമായിട്ട് കണ്ടുപാടണം എങ്ങനെ? അതെങ്ങനെ സമ്മതിക്കാൻ പറ്റും? സോറി. അല്ലെങ്കിൽ എന്താ അറിയോ, നമ്മൾ അത്ര നല്ല കള്ളനായിരിക്കണം. അല്ല ഞാൻ ആലോചിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതെ, പുള്ളി ഭയങ്കര ആക്ഷനൊക്കെ വരണം ഇങ്ങനെ. അല്ല, ഞാനും ആക്ച്വലി പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് വളരെ നല്ലതാണ്. പുള്ളി കൈയൊക്കെ പാടിയപ്പോൾ വളരെ ഫ്രീ ആയിട്ടാണ് പാടിയത്. മുമ്പോട്ടും പുറകോട്ടുള്ള മൂവ്മെന്റ് ഒക്കെ നന്നായിരുന്നു. ഇനി അവിടെ പോയി നോക്കിയറിയാം മുമ്പോട്ടും പുറകോട്ടും വല്ല എഴുതി വെച്ചിട്ടുണ്ടോ. ഏതായാലും മൽപ്പിടുത്തം കുറഞ്ഞു എന്ന് പറഞ്ഞതിന് സന്തോഷം. ഓക്കെ, അടുത്ത പ്രാവശ്യം ഇതും ടേപ്പ് റെക്കോർഡർ വല്ലതും കൊണ്ടുവരുമോ? ടേപ്പ് റെക്കോർഡർ വല്ലതും കൊണ്ടുവരുമോ അടുത്ത പ്രാവശ്യം? ഇല്ലല്ലേ. ഇന്നിപ്പോ ആദ്യമായിട്ടാണ് അങ്ങനെ? ഇന്ന് ആദ്യമായിട്ടാണ്? അല്ല, ഇന്നാദ്യമായിട്ടല്ല, ഒരാഴ്ച. ഈ അല്ല ഒരാഴ്ചയായിട്ട് ഇത് തന്നെയാണ് സംഭവം. ഈ ഒരാഴ്ചയായിട്ട് സുഖമില്ലാത്ത കൊണ്ടായിരുന്നു സാർ. അല്ല, ഞാൻ വിചാരിച്ചു ഈ നിസഗമ പാനി പാടിയപ്പോ സ്വരങ്ങളൊക്കെ അതൊക്കെ ഭയമായിട്ടായിരുന്നു. ഇപ്പോഴും പാടാം. കാരണം അന്ന് തൊട്ട് ഈ കളി ഉണ്ടായിരുന്നു. ഇല്ല അയ്യോ, ഞാൻ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്യും. കഴിഞ്ഞ എപ്പിസോഡൊക്കെ അതിനെ എപ്പോഴും പാടാം. റെഡി? അതെയോ? അത് വേണ്ട. ശരി, ഇപ്പൊ എന്തായാലും ജനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ഒതുക്കി വെച്ചോ. ഓക്കെ ഓക്കെ ശരി.